മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, മരിച്ചവരെ എങ്ങനെയാണ് ഹയാത്താക്കണമെന്ന് കാണിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. എന്താ ഇബ്രാഹിം നബിക്ക് വിശ്വാസമില്ലായിട്ടാണോ? അല്ല. അള്ളാഹ് ചോദിച്ചു, ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലേന്ന് ചോദിച്ചു. അപ്പം അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്താ? കാലബല, വിശ്വാസമൊക്കെ ഉണ്ട്, അത് മതിയോ ഞങ്ങൾക്ക് ആ വിശ്വാസം നിലനിർത്താൻ ആവശ്യമാവുന്ന ശക്തമാവുന്നതായ ലക്ഷ്യങ്ങൾ പഠിച്ച തമ്പുരാൻ എനിക്ക് കാണിച്ചു തരണം. ഒരു ജനങ്ങളിലേക്ക് ഈ വിശ്വാസങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പം ആ ജനങ്ങളിൽ നിന്നുള്ളതായ പല എതിർപ്പുകളും അവർക്കുള്ള പല സംശയങ്ങളൊക്കെ ഉണ്ടാവും. ആ സംശയങ്ങൾക്ക് ശരിയായ നിലക്ക് മറുപടി പറയാനുള്ളതായ അതിൻ്റെ വ്യക്തമായ നിലക്കുള്ളതായ ലക്ഷ്യങ്ങൾ ഞങ്ങൾ കൈവശം ഉണ്ടാവണം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഫഖുദ് അർബഅത മിന ത്വയ്ർ എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. 4 പക്ഷികളെ പിടിക്കാൻ, അതിനർത്ഥ് 4 ഭാഗത്ത് വിതരണം ചെയ്യാൻ, പിന്നീട് അവരെ വിളിക്കാൻ, അപ്പം അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നൊക്കെ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സംഭവങ്ങളാണല്ലോ. അപ്പോൾ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഈ ദഅവത്തിൻ്റെ മേഖലയിൽ അത് എല്ലാ അമ്പിയാക്കന്മാർക്കും ഉണ്ടായിത്തീർന്ന ഒന്നാണ്. അവർ പല പരിഹാസങ്ങൾക്ക് വിധേയരാവുക, പല നിലക്കുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയരാവുക, പല നിലക്കുള്ള ഉപദ്രവങ്ങൾക്ക് വിധേയരാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിനെ പരിശോധിച്ച് നോക്കിയാൽ പല പ്രയാസങ്ങൾക്കും പല ആക്ഷേപങ്ങൾക്കും പലതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധേയരായി. അക്രമങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധേയരായി. സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തതായ ഒരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം രാജ്യത്തിനെ വെടിഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകേണ്ടി വന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് മാത്രമേ ഈ ദഅവത്തിൻ്റെ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ദഅവത്തിൻ്റെ മേഖലയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അമ്പിയാക്കന്മാർ അവർ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നവരല്ലേ. എന്നാൽ അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് പഠിച്ച തമ്പുരാൻ എനിക്ക് മക്കത്തന്നെ ഇതിനുള്ളതായ ഒരു സംവിധാനം നീ ഒരുക്കി തരണം എന്ന് റസൂലുള്ളാഹിക്ക് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ അല്ലാഹു സ്വീകരിക്കൂലേ? അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ടത് ഏത് രീതിയിലാണോ ആ നിലക്കായിരിക്കും ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് ചെയ്യാൻ. നമ്മൾ സാധാരണക്കാർ ദുആ ചെയ്യണമായിരിക്കാൻ, നമ്മൾ ദുആ ചെയ്താൽ ചിലപ്പോൾ അപ്പത്തന്നെ ഇജാബത്ത് ഉണ്ടാവും, ചിലപ്പോൾ ഇജാബത്ത് പിന്നീട് ആ ചോദിച്ചതാവില്ല ചിലപ്പോൾ നൽകപ്പെടുന്നത്, മറ്റു വല്ല പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാവും. ചിലപ്പോൾ നാളെ ആഖിറത്ത് ചെല്ലുമ്പോൾ ഈ ചോദിക്കപ്പെട്ടത് വലിയ കൂമ്പാരമായി കൊണ്ട് നൽകപ്പെടും, അങ്ങനെയൊക്കെ ആവും. ഇതൊക്കെ അമ്പിയാക്കന്മാരുടെ ദുആയെ സംബന്ധിച്ചല്ല, അവരുടെ ദുആന്റെ സ്വഭാവത്തിലായിരിക്കും. എങ്ങനെയാണോ ചോദിച്ചത് ആ നിലക്ക് അല്ലാഹു ഇജാബത്ത്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നല്ല മറ്റുള്ള അമ്പിയാക്കന്മാർക്കൊക്കെ അവരുടെ ദഅവത്തിൻ്റെ മേഖലയിൽ അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, പലരിൽ നിന്നും പല പ്രയാസങ്ങളും അവർക്ക് വരുമ്പോൾ, ചിലരൊക്കെ വളരെ പ്രയാസപ്പെട്ട സമയത്ത് മഹാനാവുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് അവരിവിടെ 1000 കൊല്ലം ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ 1000 കൊല്ലത്തു നിന്നുള്ള 950 കൊല്ലവും പ്രയാസപ്പെട്ട കൊല്ലങ്ങളായി. 50 കൊല്ലം ഒഴിച്ചു. കാരണം ഈ 950 വർഷം ഒരു മനുഷ്യ ഇവിടെ 1000 കൊല്ലം ജീവിക്കുമ്പോൾ 950 വർഷവും എങ്ങനെ ജീവിച്ചത്? വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്, വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട്, വളരെ മൂപ്പര് ചുബിതനായി പലതും ദുആയൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷെ അത്രയും പ്രയാസങ്ങളാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ചിട്ടുള്ളത്. പക്ഷേ 50 വർഷം പിന്നീട് ബഹുമാനപ്പെട്ട, അതാണ് ഇല്ലാ 50 ആമ എന്ന് പറഞ്ഞു. അവിടെ ഉപയോഗിച്ച പദം തന്നെ ഇല്ലാ 50 ആമ എന്നാണ്. അതായത് സുഭിക്ഷമായ 5 വർഷങ്ങൾ ഒഴിച്ച്
അപ്പോൾ 1000 വർഷം ഇവിടെ ജീവിച്ചാലും 950 വർഷം അത് സുഭിക്ഷമായ വർഷങ്ങളല്ലായിരുന്നു ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്. പക്ഷേ ഇല്ല 50 ആം, 50 വർഷമായി. 50 വർഷം അത് മൂപ്പർക്ക് വളരെ സുഭിക്ഷമായ വർഷങ്ങളായി. അങ്ങനെ ഓരോ നബിമാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അവർക്കൊക്കെയുള്ള ദഅവത്തിൻ്റെ മേഖലയിൽ അവർ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുടർച്ചയാണ് നമ്മൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കൽപ്പന അങ്ങനെയാണ്, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹും മുഖ്തദി. മറ്റുള്ള അമ്പിയാക്കന്മാരെക്കാൾ എല്ലാ നിലക്കും ശ്രേഷ്ഠതയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. മാ തഖദ്ദമ മിൻ ദംബിക എല്ലാ അമ്പിയാക്കന്മാർക്കുള്ള ഒരവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വ അമ്പിയാക്കന്മാർക്കും അള്ളാഹു ഇസ്മത്തിനെ കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് മരണം വരെയുള്ള അവരുടെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹു അവരെ കറാഹത്തിനെ തൊട്ടും ഖിലാഫുലവലെ തൊട്ടും എല്ലാ നിലക്കുള്ള സഗായിറുകളെ തൊട്ടും ഒക്കെ അള്ളാഹു അവരെ കാത്തിട്ടുണ്ട്. ആ നിലക്കുള്ള ഒരു ഫിത്രത്തിനെയാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. സിൻഫുൻ മഫ്തൂറുൻ അൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയ എന്ന മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാവണേ എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളെ തൊട്ട് പൂർണ്ണമായും കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്താണ് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്.